പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിക്കും കുറച്ചധികം മൂല്യങ്ങളെക്കുറിച്ച്. ദുഷ്ടനെ എതിർക്കരുതെന്നും നിൻ്റെ വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടി കാണിച്ചു കൊടുക്കണമെന്നും നിൻ്റെ ഉടുപ്പ് വാങ്ങിക്കുന്നവന് മേലങ്കി കൂടെ വിട്ടുകൊടുക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ സാധാരണ ഈ ലോകത്ത് ഒരിടത്തും പറഞ്ഞു തരാത്ത, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള അങ്ങേയറ്റത്തെ നന്മയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും സുവിശേഷം. കുടുംബത്തിലിങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്താൽ മതി, ഇതൊക്കെ മനസ്സിലാക്കാനും പരിശീലിക്കാനും ഒരു മനുഷ്യൻ തുടങ്ങുന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ വട്ടത്തിനുള്ളിൽ നിന്ന് തന്നെയാണെന്ന്. എന്തെങ്കിലും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെ കുടുംബത്തിനുള്ളിൽ നിന്ന് ഞാൻ പരിശീലിച്ചെടുത്ത, എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ള, കാരണവന്മാരായിട്ട് പകർന്നു തന്നിട്ടുള്ള സുഹൃതങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ കൊണ്ടു കിടക്കണേ. ഒരു ചോറിൻ്റെ വറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അതിപ്പോഴും പാത്രത്തിലേക്ക്, അതെവിടെയാണെങ്കിലും എത്ര വലിയ ഫംഗ്ഷൻ ആണെങ്കിലും പാത്രത്തിലേക്ക് എടുത്തിട്ട് കഴിക്കുന്നൊരു ശീലമുണ്ട് എനിക്ക്. നുണ പറയാത്തൊരു ശീലമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ കോപ്പിയടിച്ചിട്ടില്ല എന്ന അഭിമാനത്തോടുകൂടെ ആരുടെ മുൻപിലും വിളിച്ചു പറയാൻ പറ്റുന്നൊരു ധൈര്യമുണ്ട് എനിക്ക്. മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ വീടിൻ്റെ അകത്തളങ്ങളിൽ വെച്ച് അപ്പനും അമ്മയും ഒക്കെ പറയുകയും നിർബന്ധപൂർവം ശീലിപ്പിച്ചെടുക്കുകയും ചെയ്ത കാര്യങ്ങളായിരുന്നുവെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവാകുന്ന പാറമേൽ പണിത ഭവനത്തെക്കുറിച്ച്. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല. കാരണം അത് പാറമേൽ കർത്താവാകുന്ന ക്രിസ്തുവിന്മേൽ പണിതുയർത്തപ്പെട്ട ജീവിതങ്ങളെ എങ്ങനെയാണ്, ഏത് തിന്മയ്ക്കാണ് തകർത്ത് കളയാൻ പറ്റണേ? ഏതൊരു തിന്മയുടെ ശീലങ്ങൾക്കാണ് അതിൻ്റെ മേൽ ആഞ്ഞടിക്കാൻ പറ്റുന്നത്? ക്രിസ്തുവാകുന്ന പാറമേൽ ഈ മക്കളുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് പണിതുയർത്താനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം വരുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് പഠിച്ചെടുത്ത ശീലങ്ങളുമായി കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ മലമുകളിൽ ഉയർത്തി വച്ചിരിക്കുന്ന ദീപം കണക്കി ചില മനുഷ്യരുടെ ജീവിതങ്ങൾ, അത് ഉറപ്പായിട്ടും അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ നേരത്ത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു മൈൽ കൂടുതൽ നടക്കാനായിട്ടുള്ളൊരു അനുഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതേത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഒപ്പം ഇരിക്കുന്നവർക്ക് വേണ്ടി, മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു മൈൽ അപ്പുറത്തേക്ക് നടക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം പരസ്പരം. സാധാരണക്കാർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ല, നേരെ മറിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ മനുഷ്യർ ജീവിക്കുന്നത് കണക്ക് ജീവിക്കാൻ. ഇത് ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ മകളാണ്, ഇന്നയാളുടെ സഹോദരനാണ് എന്നൊക്കെ പറയണ വിധത്തിൽ സുഹൃതങ്ങളും നന്മകളും കൊണ്ട് നിറഞ്ഞ മക്കളും മനുഷ്യരുമൊക്കെ ആയിട്ട് മാറാൻ വേണ്ടി പരസ്പരമുള്ളൊരു പ്രാർത്ഥനയുണ്ടാവണം നമ്മുടെ കുടുംബത്തിലെ. ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മളിതൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രയാസം. കൂടെയിരിക്കുന്നവരുടെ ജോലിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി കണ്ണീരോടുകൂടെ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ച് ഉപവാസമെടുത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള മനുഷ്യർ മിക്കവാറും മറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള നന്മകൾ അവരുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞ് മരിക്കാൻ കിടക്കുമ്പോൾ അവളുടെ ഡോക്ടർ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, മോളെ നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. 2 ദിവസത്തിനപ്പുറത്തേക്ക് തൻ്റെ ജീവിതം പോകില്ലെന്ന് ഈ ഡോക്ടറിൻ്റെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു 6ാം ക്ലാസ്സുകാരി തൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്ന അമ്മയോട് നിസ്സഹായതയോടുകൂടെ ചോദിക്കുന്നുണ്ട്, അമ്മ നിങ്ങൾ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നന്നായിട്ട് വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാട്ട് പാടാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാതിരുന്നത്? ഇതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്ന മൂല്യങ്ങളിലും നന്മകളിലും സുഹൃതങ്ങളിലും തിടം വെച്ച് വളരുന്ന ജീവിതങ്ങളായി ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരായി
ഇങ്ങനെ അവർ ഈ ലോകത്തിൽ ജീവിക്കാൻ ഈ കുടുംബത്തിൻ്റെ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനകൾ സഹായകമാകട്ടെ. അവിടെയുള്ള ഓരോ മനുഷ്യരും പരസ്പരം ഇങ്ങനെ സുഹൃതങ്ങളിൽ വളരാൻ സഹായിക്കുന്നവരാകട്ടെ, കൈത്താങ്ങ് നൽകുന്നവരാകട്ടെ. ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രകാശം കണക്കെ, ഭൂമിയുടെ ഉപ്പ് കണക്കെയുള്ള മനുഷ്യരായി ഈ ലോകത്തിന് മുൻപിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ എന്ന് പരസ്പരം കരമൊരുത്തിരി അമർത്തിപ്പിടിച്ച് ചേർത്തിരുത്തിക്കൊണ്ട് നമുക്ക് പരസ്പരം അപേക്ഷിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിനോട് യാചിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ലോകം സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ എന്നും നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം മുഴുവൻ അറിയുമെന്നുമൊക്കെയുള്ള ക്രിസ്തുവിൻ്റെ സ്വപ്നം നിറവേറ്റാൻ പരസ്പരമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് കരുത്ത് പകരട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.